ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിൽ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. കിളിക്കൂട്ടിൽ നിന്നും ഹോസ്റ്റലിലേക്ക് താമസം മാറ്റിയ നിധി നികേഷിന് പനിയാണെന്നറിഞ്ഞ് കിളിക്കൂട്ടിലേക്ക് വരികയാണ്. നിധിയെ കണ്ട് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് സുഭാഷും നികേഷും ഹരീഷും ഭാസ്കരനും സുധീഷുമെല്ലാം. നികേഷിന്റെ അരികിലേക്ക് ഇരുന്ന് ഡോക്ടർ അടുത്ത് പോയോ, മരുന്ന് കഴിച്ചോ, ഇപ്പൊ പനി എങ്ങനെയുണ്ടെന്നൊക്കെ നിധി ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷ് ചോദിക്കാണ്, നിധി എങ്ങനെയാ വന്നത്? സുധീഷ് ചോദിച്ചത് കേൾക്കാത്ത രീതിയിൽ ഇരിക്കുകയാണ് നിധി. സുധീഷിനെ അത് നോക്കിയിട്ട് സുഭാഷ് ചോദിക്കുന്നു, മോളെ നിധി ചായ എടുക്കട്ടെ? എടുക്ക് സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ ചായ ഉണ്ടാക്കാനായി അടുക്കളയിലേക്ക് പോവുകയാണ് സുഭാഷ്. നിധി സ്നേഹത്തോടുകൂടി നികേഷിനോട് സംസാരിച്ചിരിക്കുന്നു. നിധിയോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുകയാണ് സുധീഷ്. നിധി സുധീഷിനെ ശ്രദ്ധിക്കുന്നതേയില്ല. ഹരീഷ് സുധീഷിനെയും നിധിയെയും മാറി മാറി നോക്കുകയാണ്. വിഷമത്തോടുകൂടി സുധീഷ് മനസ്സിൽ പറയുന്നു, ഒരു വാക്ക് മിണ്ടുന്നില്ലല്ലോ. പതിയെ അരികിലേക്ക് വന്ന ഹരീഷ് പറയുന്നു, വന്നത് മുതല് സുധീഷ് ഏട്ടൻ ഏട്ടത്തിയോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചല്ലോ, ഒന്നിനു പോലും മറുപടി തന്നില്ല. സുഭാഷ് എല്ലാവർക്കും ചായ കൊണ്ട് കൊടുക്കുകയാണ്. ചായ കുടിച്ചോണ്ടിരിക്കുന്ന നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ ഈ ടീ ഞാൻ ഒരുപാട് മിസ് ചെയ്തു. സുഭാഷ് പറയുകയാണ്, മോളെ നിധി നീ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചേനെ. അത് സാരമല്ല സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, ഞാൻ പെട്ടെന്ന് ദോശ ഉണ്ടാക്കി തരാം, മോള് കഴിച്ചിട്ട് പോയാൽ മതി. മോക്ക് ഇഷ്ടപ്പെട്ട ചട്നി ഉണ്ടാക്കി തരാം. നിധി പറയുന്നു, അതൊന്നും വേണ്ട സുഭാഷ് ഏട്ടാ, ഈ ചായ മതി. സുഭാഷ് പറയുന്നു, എഴുന്നേൽക്കാതെ എപ്പോഴും കിടപ്പായിരുന്നു നികേഷ്. മോള് വന്നപ്പോൾ എഴുന്നേറ്റിരുന്ന് നന്നായി സംസാരിക്കാനൊക്കെ തുടങ്ങി. സുധീഷ് ചോദിക്കുന്നു, നിധി ഇനി ഓഫീസിലേക്കാണോ പോകുന്നത്? നിധി ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ എല്ലാവരും നിധിയെ ശ്രദ്ധിക്കുകയാണ്. നികേഷ് പറയുന്നു, ഏട്ടത്തി വരുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല, എനിക്ക് ഒരുപാട് സന്തോഷമായി. സുഭാഷ് പറയുകയാണ്, പനി വന്നപ്പോ മുതൽ ഏട്ടത്തിയെ കാണാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് കരയുകയായിരുന്നു നികേഷ്. നികേഷ് പറയുകയാണ്, ഏട്ടത്തി നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നൂടെ? ഇത് കേട്ട് നിധി ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ സുധീഷ് ആകാംക്ഷയോടുകൂടി നിധിയെ നോക്കുകയാണ്. സുഭാഷ് പറയുന്നു, നികേഷ് നീ മിണ്ടാതിരിക്കണേ. നികേഷ് പറയുന്നു, ഏട്ടത്തി സുധീഷ് ചേട്ടൻ ഇവിടെ ഉള്ളതാണോ പ്രശ്നം? സുധീഷ് ചേട്ടനെ വേണമെങ്കിൽ ഇവിടുന്ന് പറഞ്ഞുവിടാം. ഇത് കേട്ട് ചായ കുടിച്ചോണ്ടിരിക്കുന്ന സുധീഷ് ചുമക്കുകയാണ്. നിധിയും നികേഷും സുഭാഷും സുധീഷിനെ ശ്രദ്ധിക്കുന്നതേ ഇല്ല. ഹരീഷ് ചിരിച്ചുകൊണ്ട് സുധീഷിനെ നോക്കുകയാണ്. നികേഷ് പറയുന്നു, ഏട്ടത്തി പ്ലീസ്. അത് ശരിയാകില്ല നികേഷ് എന്ന് നിധി പറയുമ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തി സുധീഷ് ചേട്ടൻ എവിടെയെങ്കിലും പോട്ടെ, വേണമെങ്കിൽ കാറിൽ കിടന്നുറങ്ങട്ടെ, അല്ലെങ്കിൽ ഒരു വാടക വീടെടുത്ത് എവിടെയെങ്കിലും പോയി താമസിക്കട്ടെ. ഏട്ടത്തി നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരണം. ഏട്ടത്തി ഇല്ലാതെ ഇതൊരു വീടാകില്ല. ഹരീഷ് പുഞ്ചിരിച്ച് സുധീഷിന്റെ അരികിലേക്ക് വന്ന് നിൽക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഇവൻ എന്നോട് ഇത്രയ്ക്ക് സ്നേഹമില്ലായിരുന്നോ? നികേഷ് എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞിട്ടും സുഭാഷ് ഏട്ടൻ ഒരു വാക്ക് പോലും പറയുന്നില്ലല്ലോ. ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടനും നികേഷിന്റെ ഒപ്പം അത് പറയുന്നില്ലല്ലോ എന്നോർത്ത് സന്തോഷിക്കുക. നിധി സന്തോഷത്തോടുകൂടി നികേഷിനോടും സുഭാഷിനോടും സംസാരിക്കുകയാണ്. ഇടയിൽ കയറി സുധീഷ് സംസാരിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അവർ സുധീഷിനെ ശ്രദ്ധിക്കുന്നതേ ഇല്ല. ഹരീഷ് ചിരിച്ചുകൊണ്ട് സുധീഷിനെ നോക്കുകയാണ്. തുടർന്ന് നിധിക്കും നികേഷിനും ഫുഡ് കൊടുക്കുകയാണ് സുഭാഷ്. ഹോസ്റ്റലിന്റെ ഫുഡൊന്നും ശരിയല്ലടാന്ന് നിധി പറയുമ്പോൾ ദോശയുമായി അവിടേക്ക് വരുന്ന സുഭാഷ് പറയുകയാണ്, ഇതും കൂടി കഴിക്കുമോളെ. മോളെ കണ്ടിട്ട് നന്നായി കഴിക്കുന്നതായി തോന്നുന്നില്ല. നിധി ചോദിക്കുന്നു, മുട്ട ദോശയാണല്ലോ. സുഭാഷ് പറയുകയാണ്, അതെ മോളെ, മോക്ക് ഇഷ്ടപ്പെട്ട ദോശയല്ലേ? അപ്പോൾ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ ഇതും കൂടി മതിയേ, ഒരുപാട് ഹെവി ആയിപ്പോയി. നികേഷ് എന്ന് ആലോചിച്ച് വിഷമത്തോടുകൂടി ഭക്ഷണം കഴിക്കുമ്പോൾ നിധി പറയുന്നു, നികേഷ് ഭക്ഷണം കഴിക്കുക. ഇത് കേട്ട് നികേഷ് സ്നേഹത്തോടുകൂടി നിധിയെ തന്നെ നോക്കി ഭക്ഷണം കഴിക്കുകയാണ്. തുടർന്ന് നിധി പറയുന്നു, നീ നന്നായി ഭക്ഷണമൊക്കെ കഴിക്കണം, മരുന്നും കഴിക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ വന്ന് കാണാം. ശരി നികേഷ്, ഞാൻ ഇറങ്ങട്ടെ. സുഭാഷ് ഏട്ടാ ഞാൻ ഇറങ്ങുവാണേ. സുഭാഷ് പറയുകയാണ്, നിൽക്ക് മോളെ, ഞാൻ നിന്നെ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവിടാം. ഒരു മിനിറ്റ് നിൽക്ക്, ഞാൻ ഷർട്ട് എടുത്തിട്ടിട്ട് വരാം. അങ്ങനെ സുഭാഷ് അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ ഓടിച്ചെന്ന് സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ എങ്ങോട്ടായി പോകുന്നത്? ഞാൻ കൂടെ പോകാം പ്ലീസ് സുഭാഷ് ഏട്ടാ. ഏത് കേട്ട് തലയാട്ടി സുഭാഷ് പറയുന്നു, നിധി അടുപ്പില് കറി ഇരിപ്പുണ്ട്, സുധീഷ് മോളെ നീ കൊണ്ടുപോയി ഇട്ടിട്ട് വാ. ശരി സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, വേണ്ട സുഭാഷ് ഏട്ടാ ഞാൻ തന്നെ പൊയ്ക്കോളാം. ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ ഇവിടെ വെറുതെ ഇരിക്കുവോ? ഒരു പണിയില്ല, സുധീഷ് ഏട്ടൻ കൂടെ വരും. ഞാൻ പോയിട്ട് വരാൻ സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ നിധി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ ഹരീഷ് പറയുകയാണ്, പുറത്തിരിക്കുന്ന വണ്ടി ഏട്ടത്തിക്ക് വേണ്ടിയാ വാങ്ങിയത്, ഹോസ്റ്റലിലേക്ക് ആ വണ്ടി എടുത്തോണ്ട് പോകാലോ. സുധീഷ് പറയുകയാണ്, അതിന് നിധിക്ക് വണ്ടി ഓടിക്കാൻ അറിയണ്ടേ? ഇത് കേട്ട് നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് കുനിങ്ങി നിൽക്കുകയാണ്. എല്ലാവരും വളരെ ദേഷ്യത്തോടു കൂടി സുധീഷിനെ തന്നെ നോക്കി നിൽക്കുന്നു. വണ്ടി അവിടെ ഇരിക്കട്ടെ ഹരീഷ് എന്ന് പറഞ്ഞ് നിധി അവിടെ നിന്ന് പോകുമ്പോൾ നിധി എന്ന് വിളിച്ച് പിന്നാലെ വരികയാണ് സുധീഷ്. പുറത്തിരിക്കുന്ന ഭാസ്കരൻ നിധിയെ തന്നെ നോക്കുകയാണ്. ദേഷ്യത്തോടു കൂടി ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് നിധി അവിടെ വന്ന് പോകുമ്പോൾ നിധി എന്ന് വിളിച്ച് ഞാനും കൂടെ വരുന്നെന്ന് പറഞ്ഞ് സുധീഷ് നിധിയുടെ പിന്നാലെ പോവുകയാണ്. തിരിഞ്ഞു എന്ന് നിധി പറയുന്നു, ഞാൻ തന്നെ പൊയ്ക്കോളാം, എനിക്ക് വഴി അറിയാം. സുധീഷ് പറയുകയാണ്, നിധിക്ക് വഴി അറിയാമെന്ന് എനിക്കറിയാം, ഒരു വഴിപോക്കനായി കണ്ടാ മതി. കുറച്ച് ദൂരം ചെല്ലുമ്പോൾ തിരിഞ്ഞു എന്ന് നിധി ചോദിക്കുന്നു, എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത്? അപ്പോൾ സുധീഷ് പറയുകയാണ്, ഇത് ഗവൺമെന്റിന്റെ റോഡല്ലേ, അല്ലാതെ നിധിയുടെ അച്ഛന്റെ റോഡൊന്നും അല്ലല്ലോ. നിധി ചോദിക്കുന്നു, അതിന് എന്റെ അച്ഛന്റെ പേരെന്തിനാ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത്? സുധീഷ് ചോദിക്കുകയാണ്, ഞാൻ എന്താ പറഞ്ഞത് നിധി, നിന്റെ അച്ഛന്റെ വകയാണോ ഈ റോഡെന്നല്ലല്ലോ ചോദിച്ചത്, നിധിയുടെ അച്ഛന്റെ റോഡല്ലല്ലോ എന്നല്ല
അതല്ലേ പറഞ്ഞോളൂ. നിധി പറയുകയാണ്, ഞാൻ നടന്നു പോകുമ്പോൾ നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ വരുന്നത്? സുധീഷ് പറയുകയാണ്, ശരി, ഞാൻ പിന്നാലെ വരുന്നില്ല, ഞാൻ സൈഡിൽ കൂടെ നടന്നു വരാം. എനിക്ക് തനിച്ച് നടന്നു പോകാൻ അറിയാമെന്നാ നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധിക്ക് എല്ലാം അറിയാലോ, ഞാൻ വെറുതെ കൂടെ വരുന്നേ ഉള്ളൂ. ആ വഴി വരുന്ന ഒരു ചേച്ചി ചോദിക്കുകയാണ്, മോള് ഭാസ്കരന്റെ മരുമകളല്ലേ? ആ വീട് വിട്ട് പോയെന്നാണല്ലോ അറിഞ്ഞത്, തിരിച്ചു വന്നോ? സുധീഷ് ചോദിക്കാണ്, തിരിച്ചു വരാൻ എന്തോന്നാ, എങ്ങനെ തിരിഞ്ഞു വരുന്നത്? നേരെയല്ലേ വരാൻ പറ്റത്തുള്ളൂ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ആ ചേച്ചി അവിടെ നിന്ന് പോകുമ്പോൾ ആ വഴി വരുന്ന ഒരു ചേട്ടൻ പറയുകയാണ്, സുധീഷേ, നിന്റെ ഭാര്യ പിണങ്ങിപ്പോയെന്ന് കേട്ടു, ഇപ്പം തിരിച്ചു വന്നതാണോ? സുധീഷ് ദേഷ്യത്തോടു കൂടി അവരെ നോക്കുമ്പോൾ കൂടെയുള്ള ചേട്ടൻ ചോദിക്കണം, മോള് തിരിച്ചു വന്നതാണോ അതോ എന്തെങ്കിലും സാധനം മറന്നിട്ട് എടുക്കാൻ വന്നതാണോ? സുധീഷ് ചോദിക്കുന്നു, അങ്ങനെ എടുക്കാൻ വന്നതാണെങ്കിൽ നിങ്ങൾ കൊണ്ടു കൊടുക്കുമോ? വീട്ടിൽ പോയി എടുത്തോണ്ട് വാങ്ങി, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പോകും. ഇത് കേട്ട് അവരവിടെ നിന്ന് പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ഒരു ചേച്ചി പറയുകയാണ്, ദേ നോക്കടി, സുധീഷിന്റെ ഭാര്യ തിരിച്ചു വന്നതെന്ന് തോന്നുന്നു. കൂടെയുള്ള ചേച്ചി പറയുകയാണ്, തിരിച്ചു വന്നതൊന്നും ആകില്ല, ആ വീട്ടിൽ സ്ത്രീകൾ വാഴില്ല. ഇതെല്ലാം കേട്ട് വിഷമത്തോടു കൂടി സുധീഷിന്റെ ഒപ്പം നടന്നു വരുന്ന നിധി പറയുകയാണ്, ഞാൻ കാരണം നിങ്ങളുടെ വീടിന് വീണ്ടും ഒരു ചീത്തപ്പേരായല്ലേ? സുധീഷ് പറയുകയാണ്, ഓ പിന്നെ ഇതും കൂടെ ആയെന്ന് വിചാരിച്ചാൽ മതി, അതൊരു നരകമാ, പല ശാപങ്ങൾ വാങ്ങിച്ച വീട്, ഇപ്പം ഒരെണ്ണം കൂടെ ആയി, അത്രേ ഉള്ളൂ. അതൊന്നും ഓർത്ത് മാഡം വിഷമിക്കണ്ട, നടക്ക്. നിധി പറയുകയാണ്, നിങ്ങളുടെ അച്ഛന്റെ 2 ഭാര്യമാരും അവിടെ ജീവിച്ചില്ല, ഇപ്പം ഞാനും അവിടെ ജീവിച്ചില്ല, അത് നിങ്ങളുടെ വീടിന് ചീത്തപ്പേരായി തന്നെ മാറും. സുധീഷ് പറയുകയാണ്, അതെ, അതിനിപ്പോ എന്ത് ചെയ്യാനാ, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിധിക്ക് വന്ന് അവിടെ താമസിക്കാൻ പറ്റുമോ? നിധി പറയുന്നു, കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട. സുധീഷ് പറയുന്നു, നികേഷ് പറഞ്ഞതുപോലെ ഞാൻ അവിടെ ഉള്ളതല്ലേ നിധിയുടെ പ്രശ്നം, ഞാൻ അവിടുന്ന് പോയാൽ നിധി തിരിച്ചു വരുമോ? ചേട്ടന്റെ സ്ഥാനത്ത് സുഭാഷ് ചേട്ടനും അനിയനായിട്ട് നികേഷും ഹരീഷും ഉണ്ട്. എന്തിനാ, എന്റെ അച്ഛനോട് പോലും നിധിക്ക് ഒരു പ്രശ്നമില്ല, എന്നെ മാത്രമല്ലേ നിധിക്ക് ഇഷ്ടമില്ലാത്തതായുള്ളൂ, ഞാൻ വേണമെങ്കിൽ അവിടുന്ന് പൊയ്ക്കോളാം, അപ്പൊ നിങ്ങൾ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുമല്ലോ. നീ നോക്ക് നിധി, ഞാനെന്ന് നിധിയോട് പെരുമാറിയത് തെറ്റായിട്ടാണ്, നിധി എന്നോട് സംസാരിക്കണ്ട, അറ്റ്ലീസ്റ്റ് ക്ഷമിച്ചെന്നെങ്കിലും ഒന്ന് പറ. ഒന്ന് ആലോചിച്ച് നോക്ക് നിധി, ഇതിനു മുമ്പ് നിധി എന്നോടൊപ്പം തനിച്ച് വന്നിട്ടില്ലേ, നമ്മള് തനിച്ചിരുന്നിട്ടില്ലേ? അന്ന് ഒരിക്കലെങ്കിലും ഞാൻ നിധിയോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ? അന്ന് വണ്ടി പഠിപ്പിക്കാനായി ഞാൻ വന്നപ്പോൾ നിധി എന്നെ ഒഴിവാക്കി വിട്ടില്ലേ, അതിന്റെ വിഷമത്തിൽ ഞാൻ കുടിച്ചു പോയതാ, അന്ന് ഞാൻ കുടിച്ചിട്ട് വന്നതുകൊണ്ടാ അങ്ങനെയൊക്കെ പെരുമാറിയത്, പ്ലീസ് എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിച്ചെന്ന ഒരു വാക്ക് പറ നിധി. ഈ സമയം ആ വഴി ഒരു ഓട്ടോ വരികയാണ്. ആ ഓട്ടോയ്ക്ക് കൈ കാണിച്ച് നിധി ഓട്ടോയിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. നിധി, ഞാൻ പറയുന്നത് കേൾക്കെന്ന് പറഞ്ഞ് സുധീഷ് പിന്നാലെ വരികയാണ്. ഓട്ടോയിൽ വരുന്ന നിധി ഓർക്കുകയാണ്, സുധീഷ് വീട് വിട്ടു പൊയ്ക്കോളാം, നിധി വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞത്. നാട്ടുകാരൊക്കെ നിധി ആ വീട് വിട്ടു പോയതിനെ കുറിച്ച് പറഞ്ഞത്. തുടർന്ന് നിധി ഓഫീസിലേക്ക് നടന്നു പോവുകയാണ് ഫ്രണ്ടിന്റെ ഒപ്പം. ഈ സമയം പിന്നാലെ വരികയാണ് സുധീഷ്. സുധീഷിനെ കണ്ട നിധി, ഒരു മിനിറ്റ്, ഞാൻ സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഫ്രണ്ടിന്റെ അരികിൽ നിന്നും സുധീഷിന്റെ അരികിലേക്ക് വന്നതെന്ന് സംസാരിക്കുകയാണ്. സുധീഷ് പറയുന്നു, ഇങ്ങനെ പിന്നാലെ വരാൻ ഞാനൊരു നാണം കെട്ടവനാണോ എന്ന് നിധി വിചാരിക്കുന്നുണ്ടായിരിക്കും. അതെ, ഞാൻ നാണം കെട്ടവനാണ്, കാരണം ഞാൻ തെറ്റ് ചെയ്തു. നിധി എന്നോട് ക്ഷമിച്ചെന്നൊരു വാക്ക് പറയണം, പ്ലീസ് നിധി, എന്നോട് ക്ഷമിക്കണം. അങ്ങനെ സുധീഷ് കൈകൂപ്പി നിധിയോട് പറയുന്നു, ദയവ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു വാ, എനിക്ക് വേണ്ടിയല്ല, വീട്ടിലുള്ളവർക്ക് വേണ്ടി. ഇപ്പൊ ആ വീട്ടിൽ ആരും ആരോടും സംസാരിക്കുന്നില്ല, ഇതെല്ലാം ഞാൻ കാരണമല്ലേ? നിധി ആ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് അതൊരു വീടായി മാറിയത്. ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ ശിക്ഷ അനുഭവിച്ചോളാം, പക്ഷെ എന്റെ വീട്ടിലുള്ളവരെല്ലാവരും പാവങ്ങളല്ലേ, അവരെ ശിക്ഷിക്കരുത്. സുഭാഷേട്ടനും നികേഷിനും നിധി എന്തിഷ്ടമായിരുന്നു. നിധി പോയതിനു ശേഷം പനി പിടിച്ചു കിടക്കുകയല്ലേ നികേഷ്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട്. ഞാൻ ചെയ്ത തെറ്റിന് നിധി എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോ? ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഞാൻ ആ വീട് വിട്ടു പോയാൽ നിധി എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരില്ലേ? നിധി അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ആ വീട് വിട്ടു പൊയ്ക്കോളാം. നിധി പറയുന്നു, ശരി, സുധീഷ് പൊയ്ക്കോ. ഇത് കേട്ട് സുധീഷ് ഞെട്ടി നിൽക്കുമ്പോൾ നിധി പറയുകയാണ്, സുധീഷ് ആ വീട് വിട്ടു പോയാൽ ഞാൻ വരുന്നതിനെ പറ്റി ആലോചിക്കാം. വിശ്വസിക്കാനാകാതെ സുധീഷ് ചോദിക്കാണ്, സത്യമായിട്ടും പറയുകയാണോ? നിധി പറയുകയാണ്, അതെ, നിങ്ങളാണല്ലോ ആ വീട്ടിലെ ഒരേ ഒരു പ്രശ്നം, നിങ്ങൾ അവിടെ ഇല്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. സുധീഷ് പറയുന്നത് സത്യമാ, ഞാൻ ആ വീട്ടിൽ സന്തോഷമായിട്ടാണ് കഴിഞ്ഞത്. സുഭാഷ് ഏട്ടൻ, നികേഷ്, ഹരീഷ്, അച്ഛൻ, അവരെല്ലാവരും എന്നെ നന്നായിട്ട് നോക്കി, എനിക്ക് അവിടെ ഒരു പ്രശ്നമില്ലായിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിട്ടും സേഫ് ആയിട്ടും തോന്നി എനിക്ക്. നിങ്ങൾ മാത്രമാണ് ആ വീട്ടിലെ എന്റെ ഒരേ ഒരു പ്രശ്നം, നിങ്ങൾ അവിടെ നിന്ന് പോയാൽ ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു വരാം. സത്യമായിട്ടും പറയുകയാണോ നിധി എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി ചോദിക്കണേ, സുധീഷ് എന്തിനാ വീണ്ടും വീണ്ടും അതേ ചോദ്യം തന്നെ ചോദിക്കുന്നത്? അപ്പം വീട് വിട്ടു പോകാന്നൊക്കെ പറഞ്ഞത് കള്ളമായിരുന്നു അല്ലേ? സുധീഷ് പറയുകയാണ്, അല്ല, നിധി തിരിച്ചു വരാന്നല്ലേ പറയുന്നത്, ഞാൻ പിന്നെ എന്തിനാ അവിടെ, ഞാൻ പൊയ്ക്കോളാം, എവിടെയെങ്കിലും പൊയ്ക്കോളാം, പക്ഷെ എന്നോട് ക്ഷമിച്ചെന്ന് മാത്രം പറയണം. ഈ ഒരേ ഒരു ഇൻസിഡന്റ് വെച്ച് സുധീഷിന്റെ ക്യാരക്ടർ ജഡ്ജ് ചെയ്യരുത്. ഞാൻ നിധിക്ക് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഓർത്ത് എന്നോട് ക്ഷമിച്ചെന്ന് പറ, ഞാൻ പൊയ്ക്കോളാം. നിധി പറയുകണ, അതൊന്നും പറയാൻ പറ്റില്ല, സുധീഷ് വീട് വിട്ടു പോകുന്നെങ്കിൽ പോ, അപ്പൊ ഞാൻ വരാം. ഇത് കേട്ട് വിഷമത്തോടു കൂടി എന്ന് ആലോചിച്ച് സുധീഷ് പറയുന്നു, ശരി, ഞാൻ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോയി ഡ്രസ് എല്ലാം പാക്ക് ചെയ്തിട്ട് നിധിയെ വിളിക്കാം, അപ്പൊ നിധി തിരിച്ചു വരണം. നിധി പറയുകയാണ്, അല്ല, സുധീഷ് ഇപ്പൊ പോകാന്ന് പറയുന്നു, പക്ഷെ തിരിച്ചു വരില്ലാന്ന് എന്താ ഉറപ്പ്? പെട്ടെന്ന് തിരിച്ചു വന്നാലോ? സുധീഷ് പറയുകയാണ്, കാലിലിട്ടിരിക്കുന്ന ചെരുപ്പടി തന്നെ അടിച്ചോ,
അല്ലെങ്കിൽ റോഡിൽ കൂടെ പോകുന്ന ആരുടെയെങ്കിലും ചെരുപ്പ് വാങ്ങിച്ച് എന്നെ തല്ലിക്കും. ഇത് കേട്ട് നിധി ചിരിക്കുകയാണ്. പുഞ്ചിരിച്ച് സുധീഷ് മനസ്സിൽ പറയുന്നു, ചിരിക്കുന്നുണ്ടല്ലോ, പതിയെ എന്നോടുള്ള ദേഷ്യം കുറയുമെന്ന് തോന്നുന്നു. അങ്ങനെ സുധീഷ് പറയുകയാണ്, നിധി വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പറയാൻ ഒരു കാരണമുണ്ട് എനിക്ക്. സുഭാഷ് ഏട്ടന് നിധിയോടുള്ള സ്നേഹം, നികേഷിന് നിധിയോടുള്ള സ്നേഹം, അതിനെല്ലാം അപ്പുറത്ത് മറ്റൊരു കാര്യമുണ്ട്. എന്ത് കാര്യമെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധിക്ക് വേണ്ടി കിട്ടുന്ന ബാത്റൂമിന്റെ പണി കഴിയാറായി. ഒരുപാട് ചിലവാക്കിയിട്ടുണ്ട് അതിന്. ഇനിയും പെയിന്റ് മാത്രം അടിച്ചാൽ മതി. നിധി തിരിച്ചു വന്നില്ലെങ്കിൽ ആ ബാത്റൂം ആര് യൂസ് ചെയ്യും? നിധി ചോദിക്കുന്നു, ഞാനില്ലെങ്കിൽ ആരും ആ ബാത്റൂം യൂസ് ചെയ്യില്ലേ? സുധീഷ് പറയുകയാണ്, അത് നിധിക്ക് വേണ്ടി എക്സ്ക്ലൂസീവായി പണിയിപ്പിച്ച ബാത്റൂം അല്ലേ? ആ ബാത്റൂമിന്റെ കാര്യം ഓർത്തെങ്കിലും നിധിക്ക് വീട്ടിലേക്ക് വന്നൂടെ? ഇതിനെക്കാട്ടിലും വലിയ കാരണം വേണോ നിധിക്ക് വീട്ടിലേക്ക് വരാൻ? ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ചിരിച്ചു. പ്ലീസ് നിധി, ഇതെല്ലാം ഒന്ന് മനസ്സിൽ വെച്ച് ആലോചിക്ക്. നിധി പറയുന്നു, ഈ കാരണം കൊണ്ടൊന്നും ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരില്ല. സുധീഷ് വീട്ടിൽ നിന്ന് ഇറങ്ങ്, എന്നിട്ട് എന്നെ ഫോൺ വിളിക്ക്. അപ്പൊ ഞാൻ വീട്ടിലേക്ക് വരണോന്ന് ആലോചിക്കാം. അങ്ങനെ ചിരിച്ചുകൊണ്ട് നിധി ഫ്രണ്ടിന്റെ ഒപ്പം അവിടെ നിന്ന് പോവുകയാണ്. ഫ്രണ്ട് ചോദിക്കുന്നു, എല്ലാം ഓക്കെ ആണോ? നിധി പറയുകയാണ്, ഓക്കെ. പുഞ്ചിരിച്ച് നിധിയെ തന്നെ നോക്കി നിൽക്കുന്ന സുധീഷ് മനസ്സിൽ പറയുകയാണ്, എന്നോടുള്ള ദേഷ്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരിഞ്ഞു നോക്കും. നിധി തിരിഞ്ഞു നോക്കാതെ ഫ്രണ്ടിനൊപ്പം സംസാരിച്ച് അവിടെ വന്ന് പോകുമ്പോൾ സുധീഷ് വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. തുടർന്ന് രാത്രി ടെൻഷനോടുകൂടി പുറത്തിരിക്കുകയാണ് ഭാസ്കരനും ഹരീഷും. ഈ സമയം ഓട്ടോയിൽ അവിടേക്ക് വരികയാണ് നിധിയും നികേഷും സുഭാഷും. നികേഷിന്റെ കയ്യിൽ നിധിയുടെ ബാഗും ഉണ്ട്. ഹരീഷും ഭാസ്കരനും അവരെ കണ്ട് സമാധാനത്തോടു കൂടി ഇരിക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി ഭാസ്കരനെ നോക്കിയിട്ട് നിധി പറയുകയാണ്, ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് കള്ള ലക്ഷണം കണ്ടില്ലേ? ഭാസ്കരൻ ടെൻഷനോട് കൂടി ഇരിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, മോൾ എന്താ പറയുന്നത്? പുഞ്ചിരിച്ച് നിധി പറയുകയാണ്, ഒന്നുമില്ല സുഭാഷ് ഏട്ടാ. പറയരുതെന്ന് കണ്ണുകൊണ്ട് കാണിക്കുകയാണ് ഭാസ്കരൻ. നികേഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ ആരതി എടുക്കണ്ടേ? സുഭാഷ് പറയുകയാണ്, ആരതി എടുക്കണം, എങ്ങനെയാണെന്ന് അറിയില്ല. ഭാസ്കരൻ പറയുകയാണ്, അതിനൊക്കെ സ്ത്രീകൾ വേണ്ടേ? ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നിധി ഭാസ്കരനെ നോക്കുമ്പോൾ ഭാസ്കരൻ കുനിഞ്ഞിരിക്കുകയാണ്. നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ അതൊന്നും വേണ്ട, വാ നമുക്ക് അകത്തേക്ക് പോകാം. നികേഷ് പറയുന്നു, ഏട്ടത്തി കുറച്ച് നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വന്നതല്ലേ, അത് വേണം. നിധി പറയുന്നു, അതൊന്നും വേണ്ടടാ നികേഷ്, പ്ലീസ് നിങ്ങൾ അകത്തേക്ക് വാ. അങ്ങനെ ഭാസ്കരനെ തന്നെ നോക്കി നിധി അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് നിധി ചോദിക്കുന്നു, സാർ എവിടെ? വീട് വിട്ടു പോയോ? എവിടെയെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, ആ റൂമിലുണ്ട്. നിധിയുടെ റൂമിലേക്ക് നോക്കിയിട്ട് നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തിയുടെ റൂമിലോ? സുഭാഷ് ചോദിക്കുകയാണ്, അവൻ അവിടേക്ക് പോയതിനു ശേഷമാണ് പ്രശ്നം തുടങ്ങിയത്. വീണ്ടും അവൻ എന്തിനാ അങ്ങോട്ട് പോയത്? റൂം ക്ലീൻ ചെയ്യുകയാണോ? ഹരീഷ് ചോദിക്കുന്നു, ഇപ്പൊ പോയതേ ഉള്ളൂ, എന്തിനാണെന്ന് അറിയില്ല. നിധി ചോദിക്കുന്നു, ഞാൻ വരുന്നത് സുധീഷ് അറിഞ്ഞില്ലേ? ഹരീഷ് പറയുകയാണ്, സുധീഷ് എന്നോട് പറഞ്ഞില്ല. സുഭാഷ് പറയുന്നു, മോൾ ഇവിടെ ഇരിക്കെ, ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുവരാം. സുഭാഷിനെ തുടങ്ങിക്കൊണ്ട് നിധി പറയുകയാണ്, സുഭാഷ് എന്നെ ഇവിടെ ഇരിക്കെ, ഞാൻ തന്നെ പോയിട്ട് വരാം. അങ്ങനെ വാതിൽ തുറന്ന് റൂമിലേക്ക് കയറി വരുന്ന നിധി കാണുകയാണ് പാട്ടും കേട്ട് കണ്ണടച്ച് ബെഡിൽ കിടക്കുന്ന സുധീഷിനെ. അരികിലേക്ക് വന്ന നിധി സുധീഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. സുഭാഷ് പറയുന്നു, എന്താടാ ഇതെല്ലാം? ഇനി നിധി ദേഷ്യപ്പെട്ട് ഇവിടെ ഇറങ്ങി പോകുമോ? നികേഷ് ചോദിക്കുകയാണ്, സുധീഷ് ഏട്ടൻ വേണമെന്ന് കരുതിയാണോ ഇതൊക്കെ ചെയ്യുന്നത്? തുടർന്ന് പെട്ടെന്ന് കണ്ടു തുറന്ന് ഇങ്ങോട്ടേക്ക് തിരിയുന്ന സുധീഷ് കാണുകയാണ് അവിടെ നിൽക്കുന്ന നിധിയെ. ഞെട്ടി എഴുന്നേറ്റിരുന്ന് വിശ്വസിക്കാനാകാതെ സുധീഷ് ചോദിക്കുന്നു, ഇത് സ്വപ്നമാണോ സത്യമാണോ അതോ ഇത് പാവയാണോ? നിധി പറയുന്നു, ഹലോ, ഞാൻ തിരിച്ചു വന്നു. സുധീഷ് പറയുകയാണ്, ഈ പാവ സംസാരിക്കുന്നുണ്ടല്ലോ. അരികിലേക്ക് വന്ന നികേഷ് പറയുകയാണ്, സുധീഷൻ ഇവിടെ എന്ത് ചെയ്യുക? ഏട്ടത്തി തിരിച്ചു വന്നു. വിശ്വസിക്കാനാകാതെ തിരിച്ചു വന്നോന്ന് ചോദിച്ച് കണ്ണും തള്ളി ബെഡിലേക്ക് വീഴുകയാണ് സുധീഷ്. നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടെ എന്താ പറ്റിയത്? സുധീഷ് പറയുകയാണ്, എടാ ഷോക്കില് വായക്കം വന്നു, സത്യമായിട്ടും നിധി തിരിച്ചു വന്നു. നിധി പറയുകയാണ്, സുധീഷ് വീട് വിട്ടു പോവാണെന്ന് പറഞ്ഞില്ലേ, അതാ ഞാൻ തിരിച്ചു വന്നത്. നികേഷ് പറയുന്നു, സുധീഷ് ഏട്ടാ ഏട്ടത്തി തിരിച്ചു വന്നു, ദയവ് ചെയ്ത് സുധീഷ് ഏട്ടൻ ഒന്ന് പുറത്തേക്ക് പോ, ഇറങ്ങിപ്പോ. സുധീഷ് മനസ്സിൽ പറയുകയാണ്, നീയൊക്കെ ഒരു അനിയനാണോടാ? നിധി പറയുകയാണ്, ഇത് എന്റെ മുറിയാ, ഇറങ്ങിപ്പോ. കൈകൂപ്പി സുധീഷ് പറയുന്നു, നിധി തിരിച്ചു വരുമെന്ന് സത്യമായിട്ടും എനിക്ക് അറിയില്ലായിരുന്നു. ഹോളിലിരുന്നാൽ ആരും എന്നോട് സംസാരിക്കില്ല, സംസാരിച്ചാൽ എന്നെ വഴക്ക് പറയുക മാത്രമേ ഉള്ളൂ. അങ്ങനെ സുധീഷ് പുറത്തേക്ക് പോകുമ്പോൾ പിന്നാലെ പോവുകയാണ് നികേഷ്. സുഭാഷ് ചോദിക്കുന്നു, നീ എന്തിനാണ് ആ മുറിയിലേക്ക് പോയത്? സുധീഷ് പറയുകയാണ്, സത്യമായിട്ടും നിധി വന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല, തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്ക്. അങ്ങനെ കൈകൂപ്പി സുധീഷ് അകത്തേക്ക് പോവുകയാണ്. നികേഷ് നിധിയുടെ ബാഗൊക്കെ റൂമിലേക്ക് കൊണ്ടുവെക്കുന്നു. തുടർന്ന് സുഭാഷും നിധിയും നികേഷും ഹരീഷും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ തന്നെ നോക്കി കസേരയിൽ ഇരിക്കുകയാണ് സുധീഷ്. നിധി പറയുന്നു, ഹോസ്റ്റലിലെ ഭക്ഷണം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഇവിടേക്ക് തിരിച്ചു വരാനൊരു കാരണം സുഭാഷ് ഏട്ടന്റെ ഭക്ഷണം തന്നെയാ. ഈ സമയം ഭാസ്കരൻ അവിടേക്ക് വരികയാണ്. ഭാസ്കരൻ എല്ലാവരെയും നോക്കുന്നു. ഭക്ഷണം കഴിക്കാതെ കസേരയിൽ ഇരിക്കുന്ന സുധീഷിനെയും ശ്രദ്ധിക്കുകയാണ്. സുഭാഷ് പറയുന്നു, അച്ഛൻ ഇവിടെ ഇരിക്ക്, ഇവിടെ ഇരുന്ന് കഴിക്കുമല്ലേ? അതേന്ന് ഭാസ്കരൻ പറയുമ്പോൾ നിധി പറയുകയാണ്, ഇരിക്കെ. ഭാസ്കരനും അവിടെ ഇരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ നിധി സുഭാഷ് ഉണ്ടാക്കിയ ഭക്ഷണത്തെ കുറിച്ച് പുകഴ്ത്തി പറയുകയാണ്. സുഭാഷിന് ഒരു കാര്യം അറിയോ? സുധീഷ് ഈ വീട് വിട്ടു പോകാന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. എന്നിട്ട് സുധീഷ് ഇവിടെ തന്നെ ഇരിക്കുകയാണല്ലോ. സുധീഷ് പറയുകയാണ്, ഞാൻ പൊയ്ക്കോളാം. എന്നെ പോലെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ എന്റെ അവസ്ഥ എന്താകും? എന്തെങ്കിലും സുരക്ഷിതത്വം ഉണ്ടോ? നിധി വിഷമിക്കണ്ട, നേരം വെളുക്കട്ടെ,
ആയിക്കോട്ടെ ഞാൻ പൊയ്ക്കോളാം. നിധി പറയുന്നു ഓക്കെ ഓക്കെ, പറഞ്ഞ വാക്ക് പാലിക്കണം, ഉറപ്പായിട്ടും പോകണം. പുഞ്ചിരിച്ച് സുഭാഷ് ചോദിക്കുന്നു നീ എവിടെ പോകാനാടാ? സുധീഷ് പറയുകയാണ് എവിടെയെങ്കിലും പോട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഭാസ്കരൻ പറയുന്നു മോൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം 1000 വാട്ട്സ് ബൾബ് ഇട്ടതുപോലെ ഈ വീട് പ്രകാശിച്ചു നിൽക്കുകയാണ്. ഇത് കേട്ട് നിധി പുഞ്ചിരിച്ച് എല്ലാവരെയും നോക്കുമ്പോൾ സന്തോഷത്തോടുകൂടി നിധിയോട് സംസാരിക്കുകയാണ് സുഭാഷും നികേഷും ഹരീഷും ഭാസ്കരനും. അവരെ തന്നെ നോക്കിയിരിക്കുകയാണ് സുധീഷ്. അതിനുശേഷം കാണിക്കുന്നത് രാവിലെ പച്ചക്കറികളും വാങ്ങി വരികയാണ് സുധീഷ്. ഒരുപാട് ദൂരം പോയി വാങ്ങിയതാണെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ് ഇത് സുഭാഷേട്ടന് വേണ്ടി മാത്രം ഉള്ളതല്ലോ, ഈ വീട്ടിലുള്ള എല്ലാവരും കഴിക്കുന്നില്ലേ? സുധീഷ് പറയുന്നു അയ്യോ സ്നേഹനിധിയായ നിധി, മേഡം തിരിച്ചു വന്ന കാര്യം ഓർക്കാതെ ഞാൻ പറഞ്ഞു പോയതാ, ക്ഷമിക്കൂ. നികേഷ് നിന്റെ പനിയൊക്കെ കുറഞ്ഞോ? നികേഷ് പറയുകയാണ് ഏട്ടത്തി വന്നതോടെ ഞാൻ നോർമലായി. സുധീഷ് പറയുകയാണ് എന്നാലും നിനക്ക് പനി വന്നതൊക്കെ കുറച്ച് ഓവറായി പോയി. പക്ഷേ എനിക്കറിയാമായിരുന്നു നിധി ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന്. ഇത് കേട്ട് നിധിയും മറ്റെല്ലാവരും സംശയത്തോടുകൂടി സുധീഷിനെ നോക്കുകയാണ്. സുധീഷ് പറയുന്നു എത്ര ദേഷ്യപ്പെട്ടു പോയാലും നിധി തിരിച്ചു വരുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. നിധി ചോദിക്കുന്നു ഞാൻ വരുമെന്ന് സുധീഷിന് എന്തായിരുന്നു അത്ര വലിയ വിശ്വാസം? നികേഷ് പറയുകയാണ് എനിക്ക് പനി ആയതുകൊണ്ടായിരിക്കും ഏട്ടത്തി തിരിച്ചു വരുമെന്ന് സുധീഷ് ഏട്ടൻ വിചാരിച്ചത്. സുധീഷ് പറയുകയാണ് അതൊന്നും അല്ല, നികേഷ് പനിച്ചു കിടന്നില്ലായിരുന്നെങ്കിലും നിധി തിരിച്ചു വന്നേനെ. എത്ര ദേഷ്യപ്പെട്ടു പോയിട്ടും നിധിയുടെ കഴുത്തിൽ കിടക്കുന്ന താലി നിധി അഴിച്ചിട്ടില്ല. നിങ്ങൾ അത് ശ്രദ്ധിച്ചോ? ആ താലി കാരണം തന്നെ നിധിക്കും ഈ വീടുമായി ഒരു ബന്ധമുണ്ട്. ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയപ്പോൾ താലി അഴിച്ചു വെച്ചിട്ട് പോകാറുന്നല്ലോ, പക്ഷെ അഴിച്ചു വെച്ചില്ല. അപ്പോഴേ എനിക്കറിയായിരുന്നു നിധി തിരിച്ചു വരുമെന്ന്. ഇത് കേട്ട് നിധി താലി എടുത്ത് നോക്കുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷ് ചോദിക്കുന്നു നിധി ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? നിധിയുടെ കഴുത്തില് ഈ താലി ഉള്ളത് കൊണ്ട് തന്നെ നിധിക്ക് ഈ വീട്ടിൽ താമസിക്കണമെന്ന് തോന്നില്ലേ? ആ താലി കാരണോ നിധി തിരിച്ചു വന്നത്, അങ്ങനെയാണോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് അതെ, നിധി ആ താലി അഴിച്ചില്ലല്ലോ, ഐ ലൈക്ക് ദാറ്റ്. ഇത് കേട്ട് എല്ലാവരും ടെൻഷനോടുകൂടി താലിയിൽ പിടിച്ചിരിക്കുന്ന നിധിയെ നോക്കുകയാണ്. സുധീഷ് ചിരിച്ചുകൊണ്ട് നിധിയെ നോക്കുന്നു. പെട്ടെന്ന് ആലോചിച്ച് നിധി കഴുത്തിൽ നിന്നും ആ താലി ഊരുകയാണ്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് സുഭാഷും സുധീഷും ഹരീഷും നികേഷും. പുഞ്ചിരിച്ച് ആ താലിയുമായി സുധീഷിന്റെ അരികിലേക്ക് വരികയാണ് നിധി. സുധീഷ് വിഷമത്തോടുകൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ഹരീഷ് മനസ്സിൽ പറയുകയാണ് ഈ സുധീഷ് ഏട്ടനൊന്ന് മിണ്ടാതിരുന്നൂടെ? സുധീഷ് ഏട്ടന് ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ? സുധീഷിന്റെ അരികിലേക്ക് വന്ന ആ താലി നീട്ടിക്കൊണ്ട് നിധി പറയുന്നു ദാ എന്താണെങ്കിലും ഈ താലി ഈ വീട്ടിലുള്ളതല്ലേ, നിങ്ങളുടെ അമ്മയുടെ താലി, ഇത് സൂക്ഷിച്ചു വെച്ചു. ആ താലി വാങ്ങാനാകാതെ വിഷമത്തോടുകൂടി സുഭാഷിനെ നോക്കുകയാണ് സുധീഷ്. സുഭാഷും ഹരീഷും നികേഷും വിശ്വസിക്കാനാകാതെ സുധീഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നിധി സുധീഷിന്റെ കൈ പിടിച്ച് ആ താലി കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. സുധീഷ് പറയുകയാണ് നിധി പറഞ്ഞ ഉടനെ ഈ താലി ഊരി തന്നല്ലോ. നിധി പറയുന്നു ഇത്രയും നേരം ഈ താലിയെ കുറിച്ചല്ലേ പറഞ്ഞത്? സുധീഷ് പറഞ്ഞതുപോലെ സുധീഷ് കിട്ടിയ താലി ആയതുകൊണ്ടല്ല ഞാൻ ഇത് കഴുത്തിലിട്ടുകൊണ്ട് നടന്നത്. ഇതിന്റെ ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് കഴുത്തിലിട്ടുകൊണ്ട് നടന്നത്. ഇത് ശരിക്കും ഞാൻ ഇട്ടുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല, ഇനി ഇത് സുധീഷ് തന്നെ സൂക്ഷിച്ചോ. ഇത് കേട്ട് സുധീഷ് തകർന്നു നിൽക്കുമ്പോൾ അകത്തേക്ക് പോകാനായി തുടങ്ങുന്ന നിധി തിരിഞ്ഞെന്ന് പറയുന്നു അതെ സുധീഷ് അത് ഗോൾഡാ, സൂക്ഷിച്ചു വെക്കണം, കൊണ്ട് കളയരുത്. അങ്ങനെ നിധി അകത്തേക്ക് പോകുമ്പോൾ നികേഷ് പറയുന്നു ഏട്ടത്തി ഒരു 15 ദിവസത്തിനുള്ളിൽ ബാത്റൂമിന്റെ പണി കഴിയും, അതുവരെ ഈ ബാത്റൂം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോ. ഓക്കേടാ നികേഷ് എന്ന് പറഞ്ഞ് നിധി ബാത്റൂമിലേക്ക് പോവുകയാണ്. ദേഷ്യത്തോടുകൂടി സുധീഷ് ചോദിക്കുന്നു അവളിവിടെ താലി അഴിച്ചു തന്നിട്ട് പോയപ്പോൾ ബാത്റൂമിനെ പറ്റി പറയുന്നതാണോ നിനക്ക് പ്രധാനം? സുഭാഷ് ചോദിക്കുന്നു സുധീഷ് നിനക്കൊന്ന് അടങ്ങിയിരുന്നൂടെ, നിന്റെ നാവാ ഇതിനെല്ലാം കാരണം. ഹരീഷ് പറയുകയാണ് ഏട്ടത്തിയുടെ കാര്യം നോക്കി പോവുകയല്ലായിരുന്നോ, വെറുതെ താലി എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് സംസാരിച്ച് ഇപ്പം താലി അഴിച്ചു തന്നില്ലേ, സൂക്ഷിച്ചു വെച്ചോ. സുധീഷ് പറയുകയാണ് ഹരീഷ് ഇങ്ങനെ താലി അഴിച്ചു തരുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല, ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കുമോ? നിധി പറഞ്ഞത് കേട്ടായിരുന്നോ, താലി തന്നിട്ട് ഇത് സൂക്ഷിച്ചു വെക്കണമെന്ന്? അതിന്റെ അർത്ഥം എന്താ, തിരിച്ചു വന്ന ഈ താലി വാങ്ങുമെന്നല്ലേ? ഹരീഷ് പറയുകയാണ് അങ്ങനെയല്ല, ഇത് സ്വർണം കൊണ്ടുണ്ടാക്കിയതല്ലേ, വിറ്റ് തുലച്ചു കളയുമെന്ന് കരുതിയാ? ഇത് നമ്മുടെ അമ്മയുടെ താലി ആയതുകൊണ്ട് സൂക്ഷിച്ചു വെക്കണമെന്നാ ഏട്ടത്തി പറഞ്ഞത്. അങ്ങനെയൊന്നും നിധി പറഞ്ഞില്ലാന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ് ഏട്ടത്തി ആ അർത്ഥത്തെ തന്നെയാ പറഞ്ഞത്, വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്ക്. സുധീഷ് പറയുകയാണ് എടാ ഇത് നമ്പർ 1 ദ്രോഹികളുടെ കുടുംബമാ, നിങ്ങൾക്ക് ആർക്കും എന്നെ പറ്റി ഒരു വിചാരം ഇല്ലല്ലോ. അവള് താലി അഴിച്ച് എന്റെ കൈ തന്നിട്ട് പോയിട്ട് ആരെങ്കിലും ഒരാൾ തടഞ്ഞോ? നികേഷ് പറയുകയാണ് സുധീഷ് ഏട്ടാ ഞാൻ ഒരുപാട് ഭയന്നുപോയി. സുധീഷ് പറയുകയാണ് നികേഷ് നീ മാത്രമാടാ എന്നെ കുറിച്ച് ചിന്തിക്കുന്നത്. നികേഷ് പറയുകയാണ് അതല്ല സുധീഷ് ഏട്ടാ, സുധീഷ് ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് വീണ്ടും ഏട്ടത്തി ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുമെന്നാ ഞാൻ ഭയന്നത്. ഏതായാലും ഏട്ടത്തി അങ്ങനെയൊന്നും ചെയ്തില്ല. സുധീഷ് പറയുകയാണ് ഓ അങ്ങനെയാണോ, എന്റെ 2 അനിയന്മാർക്കും എന്നോട് സ്നേഹമില്ലല്ലോ, ആകെ സ്നേഹമുള്ളത് സുഭാഷ് ഏട്ടനായിരുന്നു. ഇപ്പം സുഭാഷ് ഏട്ടൻ ഇതെല്ലാം കണ്ട് നട്ടുവെച്ചിരിക്കുന്ന ആ മരം പോലെ നിൽക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യാനാണെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് ഓ സുഭാഷ് ഏട്ടനൊന്നും ചെയ്യാനില്ലല്ലോ, സുഭാഷ് ഏട്ടൻ പോയി ഇഡലി ഉണ്ടാക്കും. നിധി താലി ഇങ്ങനെ അഴിച്ചു തന്നപ്പോൾ ഞാൻ എന്തുമാത്രം ഫീൽ ചെയ്തെന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചിന്തിച്ചോ? നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ഹരീഷ് ചോദിക്കുന്നു സുധീഷ് ഏട്ടനൊന്നും മിണ്ടാതിരുന്നെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നോ? സുധീഷ് പറയുകയാണ് നിങ്ങൾ ആരും എന്നെ കുറിച്ച് ആലോചിക്കണ്ട, എനിക്ക് വേണ്ടി ഒരു വാക്ക് പോലും നിധിയോട് പറയണ്ട, നിങ്ങൾ എഴുതി വെച്ചോ, അധികം വൈകാതെ അവള് തന്നെ എന്റെ അടുത്ത് വന്ന് പറയും ഈ താലി എന്റെ കഴുത്തിലിട്ട് തരാൻ.
തരാൻ. അങ്ങനെ ഒരു ദിവസം വരും, അന്ന് നിങ്ങളെ എല്ലാവരെയും ഞാനൊന്ന് കാണുന്നുണ്ട്. അങ്ങനെ ദേഷ്യത്തോടു കൂടി താലിയുമായി പുറത്തേക്ക് പോകുന്ന സുധീഷ് വിഷമത്തോടു കൂടി ആ താലിയിൽ നോക്കി നിൽക്കുകയാണ്. സുധീഷ് ഓർക്കുന്നു നിധി ആ താലി അഴിച്ച് സുധീഷിന്റെ കയ്യിലേക്ക് കൊടുത്തത്. തുടർന്ന് സുധീഷ് മനസ്സിൽ പറയുകയാണ്, നിധി താലി അഴിച്ചു തന്നാൽ എല്ലാം അവസാനിച്ചു എന്നാണോ വിചാരിച്ചിരിക്കുന്നത്? നിധി ഈ താലി വീണ്ടും ഇടുന്നത് വരെ എന്റെ കഴുത്തിൽ കിടക്കട്ടെ. അങ്ങനെ സുധീഷ് ആ താലിയും കഴുത്തിലിട്ട് പുറത്തേക്ക് പോവുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്